പ്രിയമുള്ളവരെ, വിവാഹവും സദാചാര സങ്കല്പവും എന്ന വിഷയമാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത്. സ്ത്രീ പുരുഷ ബന്ധങ്ങളുടെ കാര്യത്തിൽ വ്യത്യസ്തങ്ങളായ കാഴ്ചപ്പാടുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. പല പേരുകളിലും പല രൂപത്തിലും ഭാവത്തിലുമൊക്കെ നമുക്കതിനെക്കുറിച്ച് പരിചിതമാണ്. ലിവിങ് ടുഗദർ പോലെയുള്ള, സിറ്റുവേഷൻഷിപ്പ് പോലെയുള്ള, ഫ്രണ്ട്ഷിപ്പ് മാരേജുകൾ പോലെയുള്ള പല പേരുകളിൽ ഇന്നവ നമുക്കിടയിൽ ഇങ്ങനെ സ്വാഭാവികമായ ഒരു സംഗതിയായി മാറിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ സിനിമകൾ അല്ലെങ്കിൽ മറ്റ് ആശയപ്രചരണ മാർഗങ്ങൾ വഴി ഇത്തരത്തിലുള്ള ആശയങ്ങൾ നമുക്കിടയിൽ വളരെ സ്വാഭാവികമായ രീതിയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു എന്നതും ഒരു സത്യാവസ്ഥയാണ്. ഇത്തരം ആശയങ്ങളുടെ ഉത്ഭവം 1960-കൾക്ക് ശേഷം ലോകത്ത് നടന്ന സെക്സ് റെവല്യൂഷന്റെ ഭാഗമായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അഥവാ സ്ത്രീ പുരുഷ ബന്ധങ്ങൾക്കിടയിൽ ഉപാധികളോ പരിധികളോ അതിരുകളോ ആവശ്യമില്ല എന്നും ഒരു സ്ത്രീയും പുരുഷനും എന്ത് ആഗ്രഹിക്കുന്നിടത്തും അത് സാധ്യമാക്കാനുള്ള എല്ലാ അവസരങ്ങളും ഉണ്ടായിരിക്കണമെന്നും അവകാശങ്ങളും ഉണ്ടായിരിക്കണമെന്നുമാണ് സെക്സ് റെവല്യൂഷൻ ഈ സമൂഹത്തോട് പറഞ്ഞു വെച്ച പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത്. 1995 അമേരിക്കക്കാരനായ ഡേവിഡ് പ്ലാങ്കൻഹോൺ ഫാദർലെസ് അമേരിക്ക എന്ന വിഖ്യാതമായ ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അച്ഛനില്ലാതെ പിതാക്കളില്ലാതെ ജനിച്ചു വീഴുന്ന ഒരു വലിയ അമേരിക്കയിലെ ഒരു വലിയ മക്കളുടെ സമൂഹത്തെക്കുറിച്ചാണ്. എങ്ങനെയാണ് ഇത്തരത്തിലൊരു സമൂഹം രൂപപ്പെടുന്നത് എന്നും എന്താണ് ഈ സമൂഹം അനുഭവിക്കുന്ന പ്രശ്നങ്ങളെന്നും അതോടൊപ്പം തന്നെ എങ്ങനെയാണ് ഈ വിഷയങ്ങൾക്ക് പ്രതിവിധി കണ്ടെത്താനാവുക എന്നുമൊക്കെ ഈ ഒരു കൃതിയിൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ഒരു അച്ഛനുണ്ടാവുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു പിതാവുണ്ടാവുക എന്ന് പറയുന്നത് ഒരു കുഞ്ഞിൻ്റെ അവകാശമാണ് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് ഒരച്ഛനുണ്ടാകുന്നതിൻ്റെ മേന്മയെക്കുറിച്ചുകൂടി പറഞ്ഞു വെച്ചാണ് അദ്ദേഹം ഈ കൃതിയെ അവസാനിപ്പിക്കുന്നത്. ലൈംഗികതയ്ക്ക് അതിരും പരിധിയും നിശ്ചയിക്കാത്ത എല്ലാ സമൂഹങ്ങളിലും വലിയ സാമൂഹികമായ ദുരന്തങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നുകൂടി ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. നേരത്തെ അമേരിക്കയെക്കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ഇത്തരം ആശയങ്ങൾ പിന്തുടർന്ന എല്ലാ സമൂഹങ്ങളിലും സംസ്കാരങ്ങളിലും സ്ത്രീ പുരുഷ ബന്ധങ്ങൾക്കിടയിൽ സംഭവിച്ച ഈ ഒരു മൂല്യച്യുതി കാരണം സമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ള സാൻമാർഗികമായ വഴികേടിലേക്കാണ് അതെത്തിച്ചത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. സ്ത്രീ പുരുഷ ബന്ധങ്ങളെ എങ്ങനെയാണ് ഇസ്ലാം നോക്കിക്കാണുന്നത്? ലൈംഗികമായ ചോദനകളെ അപ്പാടെ നിരാകരിക്കുന്ന സമീപനമല്ല ഇസ്ലാമിൻ്റേത്. സന്യാസത്തെ തീർത്തും വിലക്കിയ മതം തന്നെയാണ് ഇസ്ലാം. പക്ഷേ സ്ത്രീ പുരുഷ ബന്ധങ്ങൾക്കിടയിൽ ചില പരിധികളും അതിരുകളും ആവശ്യമുണ്ട് എന്നുള്ളിടത്താണ് ഇസ്ലാം അതിൻ്റെ പരിധിയെ നിശ്ചയിക്കുന്നത്. ഈ ഒരു പരിധിയാണ് വിവാഹത്തിലൂടെ രൂപീകരിക്കപ്പെടുന്നത്. ഒരു വെള്ളക്കടലാസിനെ നാം എങ്ങനെയാണ് മാർജിൻ വരച്ച് സുന്ദരമാക്കുന്നത്, അതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ മാർജിൻ വരച്ചുകൊണ്ട് അതിനുള്ളിൽ നിന്നുകൊണ്ടാണ് സ്ത്രീ പുരുഷ ബന്ധങ്ങളുടെ അതിരുകളെ ഇസ്ലാം നിശ്ചയിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. വിവാഹം എന്നുള്ളത് ഇസ്ലാമിക കാഴ്ചപ്പാടിൽ വളരെ ശക്തമായ ഒരു കരാറാണ്. മീസാക്കൻ അലീല അഥവാ ശക്തമായ ബലിഷ്ഠമായ കരാർ എന്നാണ് വിവാഹ ഉടമ്പടിയെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത്. പ്രവാചകന്മാരിൽ നിന്നും വാങ്ങിയ കരാറുകളെക്കുറിച്ച് പറഞ്ഞ അതേ സ്വഭാവത്തിൽ തന്നെയാണ് സ്ത്രീ പുരുഷന്മാർക്കിടയിൽ ഉണ്ടാകുന്ന വിവാഹവുമായി ബന്ധപ്പെട്ട കരാറിനെക്കുറിച്ചും ഇസ്ലാം സംസാരിക്കുന്നത്. നിങ്ങൾക്കിടയിൽ നിന്ന് തന്നെ നിങ്ങളുടെ ഇണകളെയും സൃഷ്ടിച്ചു തന്ന നാഥൻ, അവൻ്റെ ദൃഷ്ടാന്തമാണ് വിവാഹമെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു വെക്കുന്നുണ്ട്. നിങ്ങൾക്കിടയിൽ വിവാഹവുമായി ബന്ധപ്പെട്ടുണ്ടാകേണ്ടുന്ന അല്ലെങ്കിൽ വിവാഹത്തിനു ശേഷം ഉണ്ടാകേണ്ടുന്ന അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് സ്നേഹവും കാരുണ്യവുമാണ് എന്നുകൂടി വിശുദ്ധ ഖുർആൻ പറഞ്ഞു വെക്കുന്നു. അഥവാ കുടുംബമെന്നത് ദൈവികമാണെന്ന് പറയുന്ന ഇസ്ലാം ആ കുടുംബത്തെ രൂപപ്പെടുത്തുന്ന വിവാഹത്തെക്കുറിച്ചുകൂടി വളരെ കൃത്യമായ സ്വഭാവത്തിൽ സംസാരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ചുരുക്കത്തിൽ വിവാഹമെന്നത് സ്ത്രീ പുരുഷന്മാർക്കിടയിൽ കേവലമായ വൈയക്തിക വികാരങ്ങൾ ശമിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനമല്ല എന്നും അത് ദൈവത്താൽ നിർണിതമായ ഒരു സംവിധാനമാണെന്നും അതിലൂടെ വ്യക്തികൾ തമ്മിലും കുടുംബങ്ങൾ തമ്മിലും ഉണ്ടാകേണ്ടുന്ന വിശാലമായ ബന്ധങ്ങളെക്കുറിച്ചുകൂടി
ഇസ്ലാം നോക്കിക്കാണുന്നുണ്ട്. വിവാഹത്തോടൊപ്പം തന്നെ ചേർത്തു പറയേണ്ടുന്ന മറ്റൊരു വിഷയമാണ് സദാചാര സങ്കല്പം എന്നുള്ളത്. സദാചാരം എന്ന വാക്കു തന്നെ ഇന്ന് വലിയ രീതിയിൽ വിമർശിക്കപ്പെടുന്ന ഒരു വാക്കാണ്. അഥവാ സദാചാരത്തെക്കുറിച്ച് സംസാരിക്കുന്നവർ പഴഞ്ചനാണെന്നും അത് ഒരു അപരിഷ്കൃതമായ ആശയമാണെന്നുകൂടി നമ്മുടെ സമൂഹം പറഞ്ഞു വെക്കുന്നുണ്ട്. സ്ത്രീ പുരുഷ ബന്ധങ്ങൾ എന്ന് പറയുന്നത് കേവലം വ്യക്തി താല്പര്യങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തിയാണെന്നും അതിലപ്പുറത്ത് അതിന് പ്രത്യേകമായ മാനങ്ങളൊന്നുമില്ല എന്നുമാണ് ഇത്തരം ആശയങ്ങൾ പറയുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരം ആശയങ്ങൾ പ്രയോഗവൽക്കരിച്ചിടത്തൊക്കെയും വലിയ ദുരന്തങ്ങൾ സംഭവിച്ചതുകൂടി നമ്മുടെ ശ്രദ്ധയിലേക്കുണ്ടാവേണ്ടതുണ്ട്. ലോകത്ത് 32 കോടിയിലധികം ആളുകൾ സിംഗിൾ പാരൻസ് ആണ് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 2021-22 ഒരു റിപ്പോർട്ട് അനുസരിച്ച് US-ലെ 80% സിംഗിൾ പാരൻസും സ്ത്രീകളാണ് എന്നുകൂടി ഇതിനോട് ചേർത്ത് വെച്ച് നാം പരിശോധിക്കേണ്ടുന്ന സംഗതിയാണ്. ഇത് കേവലം US-ലെ മാത്രം കണക്കല്ല, മറിച്ച് സദാചാര മൂല്യങ്ങളെ നിരാകരിച്ച എല്ലാ സമൂഹങ്ങളിലും സമുദായങ്ങളിലും ഇത്തരത്തിലുള്ള സാമൂഹിക ദുരന്തങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും. കുത്തഴിഞ്ഞ അതിരും പരിധിയുമില്ലാത്ത ലൈംഗികതയെ കൊണ്ടു നടക്കുന്നവർ, അവർ നശിപ്പിക്കുന്നത് സ്വന്തം വ്യക്തികൾ എന്ന നിലക്ക് മാത്രമല്ല, മറിച്ച് ഒരു പുതിയ തലമുറയെ കൂടിയാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നേരത്തെ ഫാദർലെസ് അമേരിക്ക എന്ന കൃതിയിൽ സൂചിപ്പിച്ചതുപോലെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വളർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അവൻ്റെ പിതാവ്. പിതാവില്ലാതെ വളരുന്ന കുട്ടികൾ സമൂഹത്തിൽ വലിയ രീതിയിൽ അക്രമവാസന പ്രകടിപ്പിക്കുന്നവരായി മാറുന്നു എന്നുകൂടിയാണ് ഈ അടുത്ത് വന്ന പഠനങ്ങൾ പറഞ്ഞു വെക്കുന്നത്. സദാചാര ഭ്രംശത്തിലേക്ക് നയിക്കുന്ന ഏറ്റവും ആദ്യത്തെ വാതിൽ തന്നെ ഇസ്ലാം കൊട്ടിയടക്കുന്നതായിട്ട് നമുക്ക് കാണാം. നോട്ടമാണത്. സ്ത്രീ പുരുഷന്മാർ ഒരു വഴിയിലൂടെ നടക്കുമ്പോൾ തങ്ങളുടെ നോട്ടത്തെ നിയന്ത്രിക്കേണ്ടതുണ്ട് എന്ന് സ്ത്രീയോടും പുരുഷനോടും വെവ്വേറെ തന്നെ ഇസ്ലാം നിർദ്ദേശിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അഥവാ നോട്ടത്തിലൂടെയാണ് ബാക്കി എല്ലാത്തിലേക്കും ഒരു വ്യക്തി എത്തപ്പെടുന്നത് എന്നതുകൊണ്ടുകൂടിയാണത്. എന്നു തുടങ്ങി സംസാരിക്കുന്നിടത്ത്, ഇടപഴകുന്നിടത്ത്, പെരുമാറുന്നിടത്ത്, വസ്ത്രം ധരിക്കുന്നിടത്ത് തുടങ്ങി എല്ലാ മേഖലകളിലും ഒരു വ്യക്തി കടന്നുപോകുന്ന എല്ലാ സംവിധാനങ്ങളിലും അവൻ പാലിക്കേണ്ടുന്ന നിയമങ്ങളെക്കുറിച്ചും നിർദ്ദേശങ്ങളെക്കുറിച്ചും സൂചിപ്പിക്കുന്നത് സദാചാരബോധമുള്ള, ധാർമ്മിക ബോധമുള്ള ഒരു വ്യക്തിയെയും സമൂഹത്തെയും രൂപപ്പെടുത്തുക എന്ന ഉദ്ദേശത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ്. ഒരു അനുചരൻ വന്ന് പ്രവാചകനോട് പറയുന്നുണ്ട്, പ്രവാചകരെ, എനിക്ക് വ്യഭിചരിക്കുവാൻ വലിയ ആഗ്രഹമുണ്ട്. ഇതിനോട് പ്രവാചകൻ മറുപടി പറയുന്നത്, നിന്റെ ഉമ്മയെയോ സഹോദരിയെയോ വ്യഭിചരിക്കുവാൻ നീ ആഗ്രഹിക്കുമോ എന്നുള്ളതാണ്. അഥവാ നീ വ്യഭിചരിക്കുന്ന ഒരു സ്ത്രീ അത് ചിലപ്പോൾ നിന്റെ കൂട്ടുകാരുടെ ഉമ്മയോ സഹോദരിയോ ഒക്കെ ആകാം എന്നുള്ളതാണ്. ഈ സന്ദർഭത്തിൽ ആ അനുചരൻ പ്രവാചകനോട് പറയുന്നത്, ഈ ഘട്ടം വരെ ഞാൻ വ്യഭിചാരം എന്ന് പറയുന്നത് ഈ ലോകത്തെ ഏറ്റവും ഉത്തമമായ ഒരു സംഗതിയാണ് എന്നായിരുന്നു വിചാരിച്ചത്. പക്ഷേ ഈ ഒരു നിമിഷം എനിക്ക് ബോധ്യമാകുന്നു, വ്യഭിചാരം എന്ന് പറയുന്നത് ഈ ലോകത്തെ തന്നെ ഏറ്റവും വെറുക്കപ്പെട്ട ഒന്നാണ് എന്നുള്ളത്. ഇതാണ് ഇസ്ലാമിൻ്റെ സദാചാര സങ്കല്പം എന്ന് പറയുന്നത്. വിവാഹത്തിലൂടെയാണ് ഒരു മാതാവും പിതാവും ജനിക്കുന്നത്, അവർക്ക് മക്കളുണ്ടാകുന്നത്. മാതാപിതാക്കളെക്കുറിച്ചും മക്കളെക്കുറിച്ചുമുള്ള ഇസ്ലാമിക ആശയങ്ങളെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം.